അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, ഈ ദേശീയ പോഷൻ മാസം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട മാനേജർ, ദേശീയ പോഷൻ മാസത്തിൽ കുട്ടികൾക്ക് സമീകൃതാഹാരത്തെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുക്കാനെത്തിയിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായ അലീന ജെയിംസ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുട്ടികളെ, ഏറ്റവും ബഹുമാനരായ പേരൻസ്, 2021 സെപ്റ്റംബർ മാസം നമ്മുടെ ഗവൺമെന്റ് ദേശീയ പോഷൻ മാസമായി ആചരിക്കുകയാണ്. കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ സമീകൃത ആഹാരം കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ സെപ്റ്റംബർ മാസം ദേശീയ പോഷൻ മാസമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ദേശീയ പോഷൻ മാസം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പോഷണത്തിന്റെ ആവശ്യം കുട്ടികളെ മനസ്സിലാക്കുന്നതിനും അതിന് പ്രചോദനം കൊടുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും പേരൻസിനെയും ബോധവൽക്കരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ അലീന ജെയിംസിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും കുട്ടികളെയും ബഹുമാന്യരായ മാതാപിതാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ PTA പ്രസിഡന്റ് സജി പടയാട്ടിൽ, ഹെഡ് മിസ്ട്രസ് ടീന ജെയിംസ്, പോഷകാഹാരക്കുറവിനെ സംബന്ധിച്ചുള്ള ക്ലാസ് നയിക്കുന്ന അലീന ജെയിംസ്, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെപ്റ്റംബർ 2021 പോഷൺ മാസമായി ആചരിക്കുന്നു. പോഷകാഹാരക്കുറവിനെ സംബന്ധിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് പോഷൺ മാസം ആചരിക്കുന്നത്. പോഷകാഹാരക്കുറവ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമാണ്. അത് ആയുഷ്കാലം നിലനിൽക്കുന്നതാണ്. അത് വളർച്ചാ മുരടിപ്പിനും ബുദ്ധിവികാസത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ദോഷമായി ബാധിക്കുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 45% മരിക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലമാണ്. വീട്ടുകളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതോടെ വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് പോഷകാഹാരം വർദ്ധിപ്പിക്കുന്നതിന് മൂലകമാണ്. ഈ പോഷകാഹാരത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് കൊണ്ട് കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് നല്ലത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ MGM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ ശ്രീ ജിജു തട്ടാമ്പുറം, പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് ടീന ടീച്ചർ, നമ്മൾ ഇന്നത്തെ ചടങ്ങിലേക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കുമാരി അലീന ജെയിംസ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, കൊച്ചുകുട്ടികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഒരു തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഈ സെപ്റ്റംബർ മാസം ദേശീയ പോഷൻ ദിനമായിട്ട് നാം ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ പോഷൻ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുട്ടികളിൽ കാണുന്ന പോഷകാഹാര കുറവിനെക്കുറിച്ചും പുതിയ ഭക്ഷണ രീതികളെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം നാം മാതാപിതാക്കന്മാർ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ രീതികളിൽ നിന്നെല്ലാം നമ്മുടെ പുതിയ തലമുറ മാറിക്കഴിഞ്ഞു. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മളുടെ വിദ്യാർത്ഥികളിൽ നടത്തിയ ഒരു സർവേയിൽ ഏറെ കുട്ടികളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് കാണാനിടയുണ്ടായി. കാരണം നമ്മൾ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു വീടുകളിൽ നിന്നും നമ്മുടെ കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ദിവസവും 1 മണിക്കൂറെങ്കിലും വെയിലടിച്ചാൽ മാത്രമാണ് നമുക്ക് വിറ്റാമിൻ ഡി നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ
ഇന്നത്തെ പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് ഈ ഫാസ്റ്റ് ഫുഡ് സംവിധാനം. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളും ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. നമ്മുടെ സാധാരണക്കാരൻ്റെ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും അതുപോലെ തന്നെ പപ്സും എന്ന് വേണ്ട ഏത് രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറയുന്നത് തന്നെ ഗോതമ്പിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ഈ മൈദയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഒരു കണിക പോലും ഇല്ല എന്നുള്ള ഒരു വലിയ സത്യം നാം മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മൾ വീടുകളിലെല്ലാം ഈ ഗോതമ്പ് പൊടിച്ച് പല രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡിന് ഉപയോഗിക്കുന്ന മൈദയിൽ ആ മൈദ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അലോക്സിൻ എന്ന ഒരു രാസപദാർത്ഥം വളരെ കൂടുതലായി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളിൽ ഈ അലോക്സിൻ കൂടുതലായി ഉപയോഗിക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഷുഗർ വർദ്ധിക്കാൻ ഏറെ സാധ്യതകളുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഷുഗർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ സമൂഹം ചിന്തിക്കേണ്ട ഒന്നാണ്. കഴിവതും നാം ഈ ഫാസ്റ്റ് ഫുഡുകളെല്ലാം ഒഴിവാക്കി നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആ ഭക്ഷണ രീതികളിലേക്ക് നാം തിരിച്ചു വരണം. നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ പഴങ്ങളും എല്ലാം ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അത് നമ്മൾ ഈ പുതിയ തലമുറയെ നമ്മളത് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കോഴിയിറച്ചിയും കോഴിമുട്ടയും പാലും അതെല്ലാം ധാരാളമായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കോഴിമുട്ട തന്നെ നമുക്കറിയാം, നമ്മുടെ പരമ്പരാഗതമായിട്ടൊരു ആഹാരമാണ് കോഴിമുട്ട എന്നെല്ലാം പറയുന്നത്. കോഴിമുട്ടയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ മഞ്ഞക്കരു എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളുടെ എല്ലാം കൊച്ചുകുട്ടികളുടെ എല്ലാം ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഒട്ടേറെ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഫൈബർ കണ്ടന്റുള്ള നമ്മുടെ പയർവർഗ്ഗങ്ങൾ, കടല, പയറ്, പരിപ്പ്, അങ്ങനെയുള്ള ആ പയർവർഗ്ഗങ്ങളെല്ലാം, അതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതെല്ലാം ധാരാളമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. മറ്റൊന്ന്, നാം കഴിവതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, കോഴി, മത്സ്യമാംസാദികളെല്ലാം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം നമുക്കറിയാം, ഇത് പച്ചക്കറികളിലായാലും അതുപോലെ തന്നെ മത്സ്യത്തിലായാലും എൻഡോസൾഫാനും അതുപോലെ തന്നെ ഫോർമാലിൻ പോലുള്ള മാരകമായിട്ടുള്ള വിഷാംശങ്ങൾ ഉപയോഗിച്ചിട്ടായി പലപ്പോഴും നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തിന്, നമ്മുടെ വീടുകളിൽ കറിക്ക് ഉപയോഗിക്കുന്ന കറിവേപ്പില പോലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനത മാറിയിരിക്കുകയാണ്. ഈ വേപ്പിലയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് പൈസയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ കടക്കാരനോട് പറയും, ചേട്ടാ ഒരു ശകലം വേപ്പില കൂടി ഇട്ടേക്കാം. ഈ വേപ്പിലയ്ക്ക് കാശ് മുടക്കില്ല. പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്ന ആ വേപ്പില നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുന്നാൽ അത് ഒരു മാസം വാടാതെ ഇരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഈ വേപ്പിലയിൽ പോലും മാരകമായിട്ടുള്ള വിഷമടിച്ചിട്ടാണ് വരുന്നത്. അത് കേരള ജനത മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. എങ്കിലും സമയക്കുറവ് മൂലം ആ വിശദാംശങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ പോകുന്നില്ല. നാം നമ്മുടെ അടുക്കള തോട്ടത്തെ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിലേക്ക് നമുക്ക് കോഴികളെയും പശുവിനെയും ആടിനെയും എല്ലാം വളർത്തുന്ന കാര്യത്തിലെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കുട്ടികളെയെല്ലാം നമ്മൾ ആ അടുക്കളത്തോട്ടത്തിലെ ജോലികൾക്കായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ ആരോഗ്യമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഈ ദേശീയ പോഷൺ മാസാചരണത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സെപ്റ്റംബർ 2021 ദേശീയ പോഷകാഹാര മാസമായി ആചരിക്കുകയാണ്. ഹായ്, ഞാൻ അലീന ജെയിംസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡന്റാണ്. എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം പോഷകാഹാരത്തെക്കുറിച്ച്, അവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതിന്റെ കുറവ് മൂലം നിങ്ങളിലും നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ചില അസുഖങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാവുന്നത് പറഞ്ഞു തരിക എന്നുള്ളതാണ്. വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ന്യൂട്രീഷൻ. ചെറുപ്പം മുതലേ അമ്മമാർ നമ്മളോട് പറയും,
ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചാലേ നല്ലോണം വളരാൻ പറ്റും. മോനെ പാല് കുടിക്കേ, പാല് കുടിച്ചാലേ മസിൽസ് സ്ട്രോങ് ആവുള്ളൂ. വേഗം ഭക്ഷണം കഴിച്ച് എന്നാലാണ് അമ്മയെ പോലെ അച്ഛനെ പോലെയൊക്കെ വലിയ ആളാകാൻ പറ്റും. എന്താണ് ഈ ഭക്ഷണവും നമ്മളുടെ വളർച്ചയും തമ്മിൽ ഇത്രമായ അഭേദ്യമായ ബന്ധം? അതാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ന്യൂട്രീഷൻ. Nutrition is the study of interrelationship of food and its functions in the body. നമ്മളുടെ ആഹാരം, അത് നമ്മളുടെ ആഹാരം കാരണം ആഹാരത്തിന്റെ അകത്ത് ഉള്ള ന്യൂട്രിയൻസ്, ആ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ബോഡി ഫങ്ഷൻ ചെയ്താലാണ് ബോഡി വളരാൻ പറ്റുള്ളൂ. വളരുക എന്നത് ബോഡിയുടെ ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സിന് വേണ്ട ഇൻപുട്ടാണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്ന എവിടുന്ന? ഫുഡിൽ നിന്ന്. അത് മാത്രമല്ല, എന്താണ് ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചില സബ്സ്റ്റൻസസ് ആണ്. ഓർഗാനിക് ആവാം, ഇനോർഗാനിക് ആവാം, എന്തെങ്കിലും ചില എലമെന്റ്സ്. ആ സാധനങ്ങൾ നമുക്ക് ബോഡിക്ക് അത്ര അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ബോഡി ചിലതൊക്കെ ഉണ്ടാക്കും, പക്ഷെ ബാക്കിയുള്ള ഭാഗം അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടണം. പുറത്തുനിന്ന് കിട്ടുമ്പോൾ നമ്മളത് ഏത് രൂപേണയാണ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഭക്ഷണം എന്ന രൂപത്തിലാണ്. എന്താണ് ന്യൂട്രീഷന്? നിങ്ങൾക്ക് ഇപ്പോ പോഷകാഹാര മാസമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇപ്പോ അതിനെക്കുറിച്ചൊരു ക്ലാസ് ഒക്കെ തരേണ്ട ഇത്ര അത്യാവശ്യം? പോഷകത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്? അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏകദേശം 10 വയസ്സ് മുതൽ 13-14 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പൊ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് എന്നാണ്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായക്കാരെയാണ് നമ്മൾ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അഡോളസൻസ് എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര പ്രശ്നങ്ങളാണ്. കുറെ പേര് പറയും ആ സമയത്താണ് അമ്മമാരുമായിട്ട് മക്കള് അടി ഉണ്ടാക്കുന്ന സമയം, അച്ഛന്മാരായിട്ട് ഇടി ഉണ്ടാകുന്ന സമയം, ഞാൻ ഒരു വലിയ ആളാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമാണ് അഡോളസൻസ്. എന്താണ് ശരിക്കും അഡോളസൻസ്? അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയമാണ് മെച്യൂരിറ്റിയിലേക്ക് എത്താൻ പോകുന്നു എന്ന സമയമാണ് അഡോളസൻസ്. ഒരു കുട്ടിയിൽ നിന്ന് ഒരു അഡൾട്ടിലേക്കുള്ള ആ ഒരു വ്യതിയാനം, ആ സമയമാണ് അഡോളസൻസ്. അവിടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. ശാരീരികമായി നമ്മൾ വളരും, മാനസികമായി നമ്മൾ വളരും. അപ്പൊ ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും പ്യൂബർട്ടി അറ്റൈൻ ചെയ്തവരായിരിക്കും. എന്താണ് പ്യൂബർട്ടി? ലൈക്ക് പെൺകുട്ടികളാണെങ്കിൽ അവര് മെൻസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പീരിയഡ്സ് ആയിട്ടുണ്ടാവും. ആൺകുട്ടികളാണെങ്കിൽ മീശയൊക്കെ പയ്യെ വന്ന് ഒച്ചയൊക്കെ ഒന്ന് മാറി. പെൺകുട്ടികളിലാണെങ്കിൽ ബോഡിയിൽ ഒരുപാട് ചേഞ്ചുകൾ വരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ ബോഡിയിൽ വരുന്നു. നിങ്ങളുടെ മാനസികപരമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഇതൊക്കെ ശരിയാണോ? അച്ഛനമ്മമാര് ഞങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? അങ്ങനെയൊക്കെ മാനസികമായി ചിന്തിക്കുന്ന സമയം. ഇതെല്ലാം നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ വളർച്ച എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ് അഡോളസൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അഡോളസൻസിനല്ല, വളർച്ചയ്ക്ക് നമുക്ക് വേണ്ട ഇൻപുട്ടാണ് ന്യൂട്രീഷൻ. അപ്പൊ നിങ്ങളുടെ ഈ പ്രായത്തില് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാലാണ് നല്ല രീതിയിൽ വളരാൻ പറ്റും, നല്ല രീതിയിൽ ഫിസിക്കലായി മെന്റലായി വളരാൻ കഴിയുള്ളൂ. അതാണ് ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ന്യൂട്രീഷനും ഫിസിക്കൽ ഗ്രോത്തും ഇന്റർ റിലേറ്റഡ് ആണ്. നല്ല കറക്റ്റ് എമൗണ്ടിൽ, ഇപ്പൊ ഞാൻ ന്യൂട്രീഷൻ വേണമെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കഴിച്ചാലോ നമ്മൾ ഏത് കണ്ടീഷനിലേക്കാ പോവാ? ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ ഒപ്റ്റിമം ന്യൂട്രീഷൻ, വേണ്ടത്ര ന്യൂട്രീഷൻ അതിന്റെ ശരിയായ അളവില് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എത്താൻ, നമ്മുടെ ഗ്രോത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എത്താൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് അളവിലുള്ള ന്യൂട്രിയൻസ്, അതാണ് നമുക്ക് വേണ്ടത്. സോ പ്രോപ്പർ ന്യൂട്രീഷൻ നമുക്ക് സർവൈവലിന് വേണം, ഫിസിക്കൽ ഗ്രോത്തിന് വേണം, മെന്റൽ ഡെവലപ്മെന്റിനും ഹെൽത്തിനും നല്ല വെൽ ബീയിങ്ങിനും വേണം. നല്ല ആഹാരം കഴിച്ച് നമ്മൾ നല്ല രീതിയിൽ വളരുകയും നമ്മുടെ ഹെൽത്ത് നന്നായി ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും സുന്ദരിമാരുമായി ഇരിക്കുന്നത്. സോ ആ സമയത്താണ് മാനസികമായി നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ലൈവ്ലി ആവുന്നത്. വെൽ ബീയിങ്ങിനും ന്യൂട്രിയന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്.
ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക്. അപ്പൊ അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലായും സോഷ്യലായിട്ടും, സോഷ്യൽ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ, അമ്മമാരും കുട്ടികളുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്രേമങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ പരമായിട്ട്, ഇമോഷണൽ പരമായിട്ട്, നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻസ്, കോഗ്നിറ്റീവ് പരമായിട്ടൊക്കെ നമ്മൾക്ക് ഒരുപാട് വളർച്ച നടക്കുന്ന ടൈമാണ് അഡോളസൻസ്. WHO ക്ലാസിഫിക്കേഷൻ പ്രകാരം യങ് പീപ്പിൾ എന്ന് പറയുന്നത് 10 മുതൽ 24 വയസ്സ് വരെയുള്ള പ്രായക്കാരെയും, യൂത്ത് എന്ന് പറയുന്നത് 15 മുതൽ 24 വയസ്സ് വരെയും, അഡോളസൻസ് എന്ന് പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെയും. അപ്പൊ നിങ്ങൾ യൂത്തൻസും ആണ്, യങ് പീപ്പിളും ആണ്, അഡോളസൻസ്. ഇത് ജസ്റ്റ് ഒരു ചാർട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എനർജി റിക്വയർമെന്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഒരു ചാർട്ടാണ്. ഇതിന്റെ അകത്ത് മെയിൽസ്, ഫീമെയിൽസ് അവരുടെ 10 മുതൽ 12 വയസ്സ്, 13 മുതൽ 15 വയസ്സ്, 16 മുതൽ 18 വയസ്സ്. അതുപോലെ തന്നെ ഫീമെയിൽസിന് 10 മുതൽ 12, 13 മുതൽ 15, 16 മുതൽ 18 വയസ്സ്. അവർക്ക് വേണ്ട എനർജി റിക്വയർമെന്റ് ആണ് ഇത്. അപ്പൊ ഈ 10 മുതൽ 12 2190 ആണ് വേണ്ട എനർജി റിക്വയർമെന്റ്. 13 മുതൽ 15 ആയപ്പോഴത്തേനും അത് കൂടി 2400 പോയി. 16 മുതൽ 18 ആയപ്പോഴത്തേനും കുറച്ചുകൂടെ കൂടി 2640. ഇനി ശരിക്കും പറഞ്ഞാൽ അഡോളസൻസിലേക്ക് കഴിഞ്ഞ അഡൾട്ടിലേക്ക് എത്തുമ്പോഴത്തേനും ഇത്രയും റിക്വയർമെന്റ് ഇല്ല, അത് കുറച്ച് കുറയുകയാണ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉള്ള സമയമായതുകൊണ്ടാണ് എനർജി റിക്വയർമെന്റ് കൂടിയത്. ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ, രണ്ടുപേർക്കും ആ ഒരു കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അടുത്ത ചോദ്യമാണ് ന്യൂട്രിയൻസ്. എന്താണ് ന്യൂട്രിയൻസ്? ജീവജാലങ്ങൾക്ക് അവരുടെ ശരീരത്തിന്റെ സെല്ലുകൾക്ക് വളരുന്നതിനും നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ന്യൂട്രിയൻസ് ആണ്, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട സാധനം ന്യൂട്രിയൻസ് ആണ്. അപ്പൊ അമ്മ എങ്ങനെയാ നമുക്ക് ഭക്ഷണം തരിക? സോ മോനെ രാവിലെ എണീറ്റിട്ട് മോനെ 8 കാർബോഹൈഡ്രേറ്റ് ഇതാ പിടിച്ചോ മോനെ, 4 പ്രോട്ടീൻ, 3 വെജിറ്റബിൾസ് അല്ലെങ്കിൽ 3 വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അങ്ങനെയാണോ തരുന്നത്? അല്ലല്ലോ. നമുക്ക് എങ്ങനെയാ തരാ? നമുക്ക് തരുമ്പോ ഒരു പ്ലേറ്റിൽ നമുക്ക് കഞ്ഞിയും പയറും പിടിക്കാം അല്ലെ? അതാവുമ്പോ പിന്നെ അത്യാവശ്യം ഉണ്ടല്ലോ. ഒരു കഞ്ഞിയുണ്ട്, ചെറുപയറുണ്ട്, അച്ചാറുണ്ട്, ഇങ്ങനെയാണ്. അപ്പോ ഒരു ഫുഡിന്റെ രൂപത്തിലാണ് തരുന്നത്. അപ്പൊ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സാധനം അപ്പോഴാണ് നമുക്ക് ഡയറ്റ് വരുന്നത്. ഈ സൂക്ഷ്മ മൂലകങ്ങള് സമൃദ്ധമായ ആഹാര രൂപത്തിനെയാണ് ഡയറ്റ് എന്ന് പറയുക. അപ്പോ ഇതിന്റെ സമീകൃത ആഹാരം എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്കാണ് നമ്മൾ അപ്പൊ അടുത്തതായിട്ട് വരുന്നത്. വെറുതെ ന്യൂട്രിയൻസ് കിട്ടിയാൽ മതിയോ? പോരാ. ന്യൂട്രിയൻസ് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടണം. അതും നമുക്ക് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുള്ളൂ. അപ്പോ കറക്റ്റ് അളവിലേക്ക് വരുമ്പോഴാണ് സമീകൃത ആഹാരത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി. അപ്പൊ ആ എനർജി കിട്ടേണ്ടത് എന്തിനാ? നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക്, വളർച്ചയ്ക്ക്, പിന്നെ വികസനത്തിന്, ഡെവലപ്മെന്റ്. എന്താണ് വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം? നമ്മള് ഒരു കടൽ തീരത്ത് പോയി, അവിടെ ഇരുന്ന് നമ്മള് കടൽ തീരത്ത് പോകുന്നു. അപ്പൊ അവിടെ നമ്മള് എന്തുണ്ടാക്കുക? മണ്ണ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ വീടൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ? ചുമ്മാ മണ്ണ് കൂട്ടി ഒരു കോൺ പോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ അവിടെ എന്താണ്? കുറെ മണൽത്തരികൾ വെച്ച് നമ്മളൊരു ഒരു കോൺ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ അതാണ് ഗ്രോത്ത്. ചുമ്മാ ആഡ് ഓൺ ചെയ്യുക, ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഗ്രോത്ത്. പക്ഷെ അതേസമയം നമ്മൾ ആ മണല് വെച്ചിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോ അത് ഡെവലപ്മെന്റ് ആയി. കാര്യം സംഭവം ഇതിന് നമ്മൾ രണ്ടിനും ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് വെറുതെ കൂട്ടി ഉണ്ടാക്കി, മറ്റൊന്നൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ആവശ്യം നമുക്ക് കാഴ്ച ആയിക്കോട്ടെ, ഒരു കാണാനുള്ള ഭംഗി ആയിക്കോട്ടെ. എന്നാൽ നമ്മൾ നമ്മുടെ ബോഡിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആഡിങ് ഓൺ സെൽസ്. ഈ ആഡ് ചെയ്ത സെല്ലുകളെ ഒരു ഫംഗ്ഷന് വേണ്ടി കേപ്പബിൾ ആക്കുന്ന രീതിയിൽ വ്യത്യാസപ്പെടുത്തുമ്പോൾ അതിന് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഞാൻ പറഞ്ഞു വന്നത് സമീകൃത ആഹാരത്തെ കുറിച്ചായിരുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക്, വളർച്ചയ്ക്ക്, വികസനത്തിന്, മാനസിക ആരോഗ്യത്തിന്, സോഷ്യൽ വെൽബീയിങ്ങിന്, ഇതിനെല്ലാത്തിനും ആവശ്യമായ ആയത്ര അളവിലും
അനുപാതത്തിലും എല്ലാ പോഷക ഘടകങ്ങളും നൽകുകയും ചെയ്യുന്ന ആഹാരത്തിനെയാണ് നമ്മൾ എന്താ പറയാ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് തന്നെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അതായത് അതിന്റെ അളവ് നമുക്ക് ബോഡിയിൽ അതിന്റെ ആവശ്യമായ അളവ് വെച്ചിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്. ചില ന്യൂട്രിയൻസ് അത്യാവശ്യം നല്ല അളവിൽ വേണം, അപ്പൊ അവരെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് പറയും. എപ്പോഴും മാക്രോ എന്ന് പറയുമ്പോൾ ഒരുപാട്, മൈക്രോ എന്ന് പറയുമ്പോൾ ചെറുത്. സോ മൈക്രോ ന്യൂട്രിയൻസ് പറയുമ്പോൾ ചെറിയ അളവിൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബാലൻസ് ഡയറ്റിനെ കുറിച്ചാണ്. അടുത്തത് എന്തൊക്കെയാണ് വിവിധ തരം ന്യൂട്രിയൻസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ പറയുന്ന വിവിധ തരം ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, റഫേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസ് എല്ലാവരും കേട്ടതല്ല, പരിചയം ഉണ്ടാവും. എന്താണ് റഫേജ്? റഫേജ് എന്ന് പറയുന്നതാണ് അത് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റഫേജ്. ഫൈബർ ആൻഡ് വാട്ടർ. നമ്മുടെ ശരീരത്തിന്റെ 90% കണ്ടന്റും വാട്ടർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ വാട്ടർ എന്ന് പറയുന്ന ഇൻപുട്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷണത്തിനെ നമുക്ക് 3 തരമായിട്ട് തിരിക്കാൻ പറ്റും. ഊർജദായകമായിട്ടുള്ള വിഭവങ്ങൾ, ലൈക്ക് വസ്തുക്കൾ. ഊർജദായകം പറയുമ്പോൾ എനർജി ഗീവിംഗ് ഫുഡ്. പിന്നെ ശാരീരിക വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായിട്ടുള്ളത് ബോഡി ബിൽഡിംഗ് ഫുഡ്, മെയിൻലി പ്രോട്ടീൻസ് ആണ്. പിന്നെ അടുത്തത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധ ശേഷിക്ക് സംരക്ഷണാഹാരം എന്ന് പറയുന്നത്. അതിലാണ് ഇലക്കറികള്, പഴവർഗ്ഗങ്ങള്, വെജിറ്റബിൾസ് എല്ലാം പെടുന്നത്. അപ്പോൾ ഊർജ്ജദായകം, എനർജി ഗീവിംഗ് ഫുഡിന്റെ അകത്ത് മെയിൻ സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ അതിന്റെ അകത്ത് പെട്ടതാണ് എന്ത്? ധാന്യങ്ങള്, കൊഴുപ്പ്, ഫാറ്റ്, ദെൻ പഞ്ചസാര, ഷുഗർ, ഓയിൽ, ഫാറ്റ് എന്ന് പറയുന്ന ആ കാറ്റഗറിയാണ് നമ്മൾ എനർജി ഗീവിംഗ് ഫുഡായിട്ട് പറയുന്നത്. ശാരീരിക വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻ ഫുഡ്സ്. അപ്പൊ അതിനകത്താണ് നമ്മുടെ പയറ്, പാലുൽപ്പന്നങ്ങള്, മത്സ്യം, ഇറച്ചി, മുട്ട ഇതെല്ലാം വരുന്നത് അവിടെയാണ്. പിന്നെയാണ് നമ്മുടെ ഇലക്കറികളും പഴവർഗ്ഗങ്ങൾ. ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഓരോ ന്യൂട്രിയൻസും ആ ന്യൂട്രിയൻസ് അടങ്ങുന്ന ഭക്ഷണങ്ങളും അത് ഇല്ലെങ്കിൽ, അതിൽ ആ ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അസുഖങ്ങളെ കുറിച്ച് നോക്കാം. അതിൻ്റെത് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റാർച്ച് കണ്ടെയ്നിങ് ഫുഡ്, എനർജി ഗീവിംഗ് ഫുഡ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയന്റ് അതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റാർച്ച് കണ്ടെയ്നിങ് ഫുഡുകളാണ്. അപ്പൊ അവര് നമുക്ക് ബോഡിയിൽ തരുന്ന നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഒരു പെട്ടെന്ന് എനിക്ക് ഓടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനർജി വേണം. എനർജി ഏത് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ എനർജി കറൻസി എന്ന് പറയുന്നത്, അതായത് ഇപ്പം കടയിൽ പോയിട്ട് എനിക്ക് 5 മിഠായി വാങ്ങണം. അപ്പൊ ഞാൻ എന്ത് കൊടുക്കും? പൈസ കൊടുത്താൽ എനിക്ക് മിഠായി കിട്ടും. അപ്പോൾ പൈസയാണ് ഞാൻ കൊടുക്കുന്നത്, പകരം എനിക്ക് കിട്ടും മിഠായി കിട്ടും. എന്ന പോലെ എന്റെ ബോഡിയിൽ എനിക്ക് ഇപ്പൊ ഓടാനുള്ള എനർജി വേണം. അപ്പൊ ഞാൻ അവർക്ക് എന്ത് കൊടുക്കണം? ATP കൊടുക്കണം. ATP ആണ് നമ്മുടെ ബോഡിയുടെ എനർജി കറൻസി. റെഡി മണി, നമ്മുടെ കയ്യിലുള്ള റെഡി ക്യാഷ് ആണ് ATP. അതേസമയം റെഡി മണിയാണ് നമ്മുടെ എനർജിക്ക് വേണ്ട സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. അതേസമയം നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് ബാങ്കിലിട്ട പൈസയാണ് ഫാറ്റ്. അപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് അപ്പ വേണ്ട എനർജിക്ക് വേണ്ട സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് എനർജി ഗിവിംഗ് ഫുഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഫുഡിലാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്? ബ്രെഡ്, റൈസ്, ചോറ്, ദെൻ ഗോതമ്പ്, സീരിയൽസ് എല്ലാം, പിന്നെ ലെഗ്യൂംസ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ അന്നജലത്തില് ധാന്യവസ്തുക്കളിൽ പെട്ടതെല്ലാം, കിഴങ്ങ് വർഗത്തിൽ പെട്ടതെല്ലാം, ലൈക്ക് നമ്മുടെ പൊട്ടറ്റോ, കാച്ചില്, കപ്പ, ഏത്തപ്പഴം, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടുന്ന വസ്തുവാണ്. അരി, ഗോതമ്പ്, പിന്നെ നമ്മുടെ ഷുഗർ ഐറ്റംസ്, പഞ്ചസാര, ശർക്കര, ഇതെല്ലാം എനർജി തരുന്ന ഫുഡുകളാണ്. അടുത്ത ഫുഡാണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആണ് നമ്മുടെ എന്തിനു വേണ്ടത്? വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ളത്. അപ്പോ അതിന്റെ സാധനം എന്താണ്? ഇറച്ചി, പാല്, മുട്ട, പിന്നെ നട്ട്സ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാതരം പരിപ്പുകള്, ലെഗ്യൂംസ്, പൾസസ്, പയറുവർഗ്ഗങ്ങളെല്ലാം,
ചെറുപയർ, വൻപയർ, കടല, എഗ്ഗിന്റെ അകത്താണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളത്. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന ബോയ്സിന്റെ അടുത്ത് എല്ലാവരും പറയും എല്ലാ ദിവസവും രാവിലെ ഒരു മുട്ട കഴിക്കണം. മുട്ടയുടെ വെള്ളയിലാണ് പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്താണ് ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഫാറ്റിന്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആണ് ഫാറ്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ അകത്ത് ഫാറ്റിന്റെ ഉപയോഗം എന്താണ്? എനർജി ഗീവിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡി ക്യാഷ് ആയിട്ടുള്ളതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. അതേസമയം ഇതും എനർജി ഗീവിംഗ് ആണ്. ഈ എനർജി ഗീവിംഗ് ഫുഡ് റിസർവ് എനർജി ആയിട്ട് മാറുന്നു. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ അഡിപ്പോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഒരു തരം സെല്ലുകളിലാണ് നമ്മൾ ഈ ഫാറ്റിനെ സ്റ്റോർ ചെയ്യുക. അഡിപ്പോസൈറ്റ് എന്നാണ് ആ സെല്ലുകൾ പറയാം. അവിടെയാണ് നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുക. ഈ ഫാറ്റുകളെ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യം വരുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആക്കി നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ എക്സസ് വന്നാൽ എന്ത് പറ്റും? നമ്മൾ ഒരുപാട് ഫാറ്റ് കഴിച്ചു കഴിയുമ്പോൾ ഒരുപാട് റിസർവ് ആവും. ആവശ്യത്തിന് അധിക സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യും? അതവിടെ ഇരിക്കും, അടിഞ്ഞുകൂടും. അപ്പൊ ആ എക്സസ് ഇൻടേക്ക് കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഒബീസിറ്റി. ഇനി കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നത് എണ്ണകളിലാണ്, സസ്യങ്ങളുടെ. അപ്പൊ അതിനകത്ത് എന്താ പറയുമ്പോൾ ഫാറ്റിന് നമ്മൾ പറയുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഉണ്ട്. അതില് നല്ല ഫാറ്റ്, ഗുഡ് ഫാറ്റ്, ബാഡ് ഫാറ്റ് എന്ന് പറയുന്നതിൽ ഗുഡ് ഫാറ്റ് ആണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സോ ട്രാൻസ് ഫാറ്റി ആസിഡുകളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ മോശമാണ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വേണം ഉപയോഗിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് വെജിറ്റബിൾ ഓയിലൊക്കെ നല്ല ഓയിലാണെന്ന് പറയുന്നത്. ഇപ്പൊ വെജിറ്റബിൾ ഓയിലിന്റെ ഒലിവ് ഓയില്, കടുകെണ്ണ, അതൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്, ഗുഡ് ഫാറ്റി ആസിഡ്സ് ആണ്. പിന്നെ പാം ഓയില്, പിന്നെ പാല്, നെയ്യ്, ചീസ്, മുട്ട, സസ്യങ്ങള്, ഇതിന്റെ അകത്തൊക്കെ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറെ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കാം. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാറ്റി ആസിഡ് ഉണ്ട്. ആ എസെൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഫാറ്റി ആസിഡ് അവർ എസെൻഷ്യൽ എന്ന് പറയാനുള്ള കാരണം തന്നെ നമുക്കത് പുറത്തു നിന്ന് മാത്രമാണ് കിട്ടുള്ളൂ. അപ്പൊ പുറത്തുനിന്ന് കിട്ടുന്ന സാധനം പുറത്തുനിന്ന് ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ലിനോലിനിക് ആസിഡ്, ലിനോയിക് ആസിഡ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഫാറ്റി ആസിഡുകളാണ് അവ. അപ്പൊ ഈ ഫാറ്റി ആസിഡ്സ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നറിയോ? കോഡ് ലിവർ ഓയില്, omega-3 ഫാറ്റി ആസിഡ്, മീനിലൊക്കെ, ചാളയിലൊക്കെ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ലിനോയിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്സ് ഒക്കെ. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സ് ഒക്കെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്. അത് നമ്മൾ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തണം. ഇടയ്ക്കിടയ്ക്ക് മത്സ്യങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്, കോഡ് ലിവർ ഓയിൽ കഴിക്കണം എന്ന് പറയുന്നതിന്റെ ഒക്കെ കാരണം അതാണ്. ഇപ്പോൾ omega-3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് ഭക്ഷണത്തിലൂടെ കഴിക്കണം. ഇനി അതിന്റെ എക്സസൈസ് കഴിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഒബീസിറ്റി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു ഏറ്റവും വലിയ പേരാണ് ജങ്ക് ഫുഡ്. എന്താണ് ഈ ജങ്ക് ഫുഡിന്റെ കുഴപ്പം? ജങ്ക് ഫുഡ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ബർഗർ ഉണ്ട്. ഇവിടെ ഒരു ബർഗറിന്റെ അകത്ത് നമുക്ക് ബ്രെഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ആയി, കുറെ സാൻഡ്വിച്ച് പോലത്തെ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഉണ്ട്. അപ്പൊ ആവശ്യത്തിനുള്ള വിറ്റാമിൻസ്, മിനറൽസ് ആയി ഒരു കട്ട്ലറ്റ് ഉണ്ട്, കുറച്ച് ചീസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഓയിൽ ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ എന്താ ടോട്ടലി ഒരു ബാലൻസ്ഡ് ആയിട്ടല്ലേ ഒരു ബർഗർ. പിന്നെ എന്തിനാ ഇത്ര കാര്യമായിട്ട് ജങ്ക് ഫുഡ് ആണ്, ഭയങ്കര മോശമാണ്, കഴിക്കരുത്, വല്ലപ്പോഴും ഒക്കെ കഴിക്കാവുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ദാറ്റ് ഈസ് ബിക്കോസ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഹൈ കലോറിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, എനർജി നമുക്ക് ആവശ്യത്തിന് മതി. അതിൽ ഒരുപാടായിട്ടുണ്ടെങ്കിൽ അത് റിസർവ് ആവും, ഒബേസിറ്റി ആവും. ഈ ജങ്ക് ഫുഡിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഹിഡൻ ഫാറ്റാണ്. ഹിഡൻ ഫാറ്റ് നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ചുള്ളൂ, കഴിച്ചാലും വിശപ്പ് അത്ര പെട്ടെന്ന് മാറുന്നൊന്നുമില്ല. ഈ കാണുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കലോറി വളരെ അധികമാണ്. അത്ര അധികമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പൊതുവെ നമ്മുടെ ഭക്ഷണത്തിലൊന്നും അത് ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നത് കാരണം. അപ്പൊ നമ്മളുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ മുട്ട, പാല്, ഇറച്ചി, കുറെ സസ്യങ്ങള്, വെജിറ്റബിൾ ഓയിൽസ്, അതിലൊക്കെയാണ് നമ്മുടെ ഫാറ്റ് അടങ്ങിയിരിക്കുന്നത്. ഈ ഫാറ്റ് തന്നെ എന്തുകൊണ്ടാണ് എനർജിയുടെ കാര്യത്തിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആവുമെന്ന് വെച്ചാൽ 1 ഗ്രാം ഫാറ്റിന് 9.45 കിലോ കാലറി തരാൻ പറ്റും. നമുക്ക് ഒരു ദിവസത്തില്
എനിക്കൊന്ന് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനർജി ഗീവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് 9.45 കിലോ കാലറി. ഇനി എന്തിനാണ് നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് ആവശ്യം? എനർജിക്ക് മാത്രമാണോ ഫാറ്റ് വേണ്ടത്? അല്ല. നമ്മുടെ ശരീരത്തില് സ്കിന്നിന്റെ അടിയിൽ പിടിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ കുറച്ച് അധികം ഉള്ള കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ പറയുമ്പോൾ ബൾബിള് കഴിച്ചിരിക്കുന്നു. ആ ബൾബിള് ശരിക്കും എന്താണ്? ഫാറ്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ അടിയില് ഫാറ്റ് നമ്മൾ വേണം, അത് അത്യാവശ്യമാണ്. എന്തിനാണ് അത് അത്യാവശ്യം? നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഫാറ്റ് ആവശ്യമാണ്. ഇതൊരു ഇൻസുലേഷൻ ആണ്. ഒരുപാട് ചൂടിൽ നിന്നും ഒരുപാട് തണുപ്പിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്കിന്നാണ്. സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റ് ആണ്. പിന്നെ എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളൊക്കെ സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഒരു സെല്ല് എന്താണ്? ഒരു സെല്ലിന്റെ ആർക്കിടെക്ചർ എന്താണ്? സെൽ എന്ന് പറയുമ്പോൾ അതിനൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, അതിന്റെ അകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ പറഞ്ഞ ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാക്കാൻ, അതുപോലെ സെല്ലിന്റെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കാൻ, ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? ഫാറ്റ് വേണം, ഫാറ്റി ആസിഡുകൾ വേണം. സോ അപ്പൊ സെല്ലുകളുടെ വളർച്ചയ്ക്ക്, സെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പൊ അതുകൊണ്ട് സെല്ലുകളുടെ ഉൽപാദനത്തിന് നമുക്ക് ഫാറ്റ് ആവശ്യമാണ്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഫാറ്റ് ആവശ്യമാണ്. ഇനി നമുക്ക് പോകേണ്ട സാധനമാണ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഈ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന കാറ്റഗറി. വിറ്റാമിൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇത് വളരെ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ചെറിയ അളവിൽ മതി, ഒരു 2 ഗ്രാം ഒക്കെ മതി ഒരു ദിവസം. പക്ഷെ ഇതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ 2 ഗ്രാം ആണ് വേണ്ടുമെങ്കിലും അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇലക്കറികള്, പച്ചക്കറികള്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കഴിക്കണം. കാരണം നമ്മുടെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ആണ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഇനി വിറ്റാമിൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് സോലബിൾ വിറ്റാമിൻസും വാട്ടർ സോലബിൾ വിറ്റാമിൻസും. എപ്പോഴും ഓർത്തിരുന്നോ, ഫാറ്റ് സോലബിൾ വിറ്റാമിൻസ് ADEK, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്ന് പറയുന്ന ഈ 4 വിറ്റാമിൻസ് ആണ് ഫാറ്റ് സോലബിൾ വിറ്റാമിൻസ്. പിന്നെ ബാക്കിയുള്ള ബിയും സി ഒക്കെ വരുന്നത്, ബി കോംപ്ലക്സ്, സി എന്ന് പറയുന്നതെല്ലാം വാട്ടർ സോലബിൾ വിറ്റാമിൻസ് ആണ്. എന്താണ് വാട്ടർ സോലബിൾ, ഫാറ്റ് സോലബിൾ എന്ന് അറിയണമെന്നില്ല, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. വാട്ടർ സോലബിൾ വിറ്റാമിൻസ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ആയി പോകുന്നത് യൂറിനിലൂടെയാണ്, മൂത്രത്തിൽ കൂടെ അലിഞ്ഞു പോകുന്നതാണ് ബിയും സി. പിന്നെ ഇതിന്റെ അഭാവം കാരണമാണ് നമുക്ക് പലപ്പോഴും രോഗങ്ങൾ വരുന്നത്. ഇമ്മ്യൂണിറ്റിക്ക് ഇവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏതൊക്കെ വിറ്റാമിൻസ് ഉണ്ട്? ADEK, ഇവരെല്ലാവരും ഫാറ്റ് സോലബിൾ. പിന്നെ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആരുണ്ട്? B1, B2, B3, B6, B9, B12. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B6 പിരിഡോക്സിൻ, B9 ഫോളിക് ആസിഡ്, B12 നമ്മുടെ മീഥൈൽ കൊബാലമിനും വിറ്റമിൻ സി. ഇനി മിനറൽസ് നോക്കി, ഇതെല്ലാം നമ്മുടെ മെറ്റൽസ് ആണ്. അയൺ, കാൽഷ്യം, സിങ്ക്, കോപ്പർ, സെലീനിയം, മാംഗനീസ്, ഇതെല്ലാം ചെറിയ തോതിൽ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ്? എന്താണ് ഇതിന്റെ നമുക്ക് ആവശ്യം? ഇതില്ലെങ്കിൽ എന്താ അസുഖം വരിക? എവിടെ നിന്നാ കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തേത് വിറ്റാമിൻ എ. വിറ്റാമിൻ എന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സാധനമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ കേട്ടിട്ടുള്ളത് ഏതാ? കാഴ്ചയ്ക്ക് വേണ്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നതെന്ന് അറിയോ? വിറ്റാമിൻ എന്റെ അകത്ത് അടങ്ങുന്ന സാധനമാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് വിറ്റാമിൻ എ. നമ്മുടെ കണ്ണില് എങ്ങനെയാണ് കാഴ്ച ഉണ്ടാകുന്നത് ചുരുക്കി പറയാം. ലൈറ്റ് എല്ലാവർക്കും അറിയാലോ, കണ്ണുണ്ട്, കണ്ണിലൊരു ലെൻസ് ഉണ്ട്. ലൈറ്റ് വരുന്നു, ലെൻസിലൂടെ ലൈറ്റ് അകത്തേക്ക് കയറുന്നു. കണ്ണിന്റെ ബാക്കിൽ റെറ്റിന എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട്. റെറ്റിന എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട് നമ്മുടെ കണ്ണിന്റെ ബാക്കിൽ. അപ്പൊ ലൈറ്റ് വരുന്നു, ലെൻസിൽ കൂടെ കയറി റെറ്റിനയിൽ വന്ന് തൊട്ടു. റെറ്റിനയിൽ വന്ന് ലൈറ്റ് പതിച്ചതും അതിന് കുറച്ച് അവിടെ സെൻസേഷൻ വരും. ആ സെൻസേഷൻ അതെന്ത് ചെയ്യും? നെർവ് വഴി ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ബ്രെയിനിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോ ഈ പറഞ്ഞ സെൻസേഷൻസ് ബ്രെയിൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സെൻസേഷൻ ഒക്കെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ആണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇനി ഈ പറഞ്ഞ റെറ്റിനയിലുള്ള 2 തരം സെല്ലുകളാണ് റോഡ്സ് ആൻഡ് കോൺസ്. അതിന്റെ അകത്ത് ഈ പറഞ്ഞ റോഡ്സ് ആൻഡ് കോൺസിന്റെ ഫംഗ്ഷനിങ്ങിന് നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റെറ്റിനോൾ. റെറ്റിനോൾ നമുക്ക് കിട്ടുന്നത് വിറ്റാമിൻ എയിൽ നിന്നാണ്. ഇനി
കാഴ്ചക്ക് മാത്രമല്ല വിറ്റാമിൻ എ വേണ്ടത്, നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ സ്കിന്നിനും വിറ്റാമിൻ എ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വിറ്റാമിൻ എ നമുക്ക് ഇല്ലെങ്കിൽ എന്താ പറ്റുക? വിറ്റാമിൻ എ ഇല്ലെങ്കിൽ കാഴ്ച പോകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ആവും. അപ്പൊ അതിനകത്ത് കാഴ്ച പോവാന്ന് പറയുമ്പോൾ അതിന്റെ അസുഖം ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താന്ന് വെച്ചാൽ ഇരുട്ടില് കാഴ്ച ബുദ്ധിമുട്ടാണ്, അല്ലാതെ രാത്രി കാഴ്ച ബുദ്ധിമുട്ടെന്നല്ല, ഇരുട്ടില് കാഴ്ച ബുദ്ധിമുട്ടാണ്. അതാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അസുഖം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോകും. സീറോഫ്താൽമിയ എന്ന് പറയും. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സീറോഫ്താൽമിയ, ഡ്രൈനെസ് ഓഫ് ഐസ്, കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഒരു വൈറ്റ് പാച്ച് ആയിട്ട് ഒരു വെള്ള കളറിൽ ഒരു കോട്ടിംഗ് ആയിട്ട് മാറും. അതിനാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വിറ്റാമിൻ എ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അസുഖം. ഇനി നമുക്ക് വിറ്റാമിൻ എ എവിടെ നിന്ന് കിട്ടുന്നു? വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത് ബീറ്റ കരോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങളിലാണ്. അപ്പൊ ബീറ്റ കരോട്ടീൻ, ക്യാരറ്റ് ബീറ്റ കരോട്ടീൻ എന്ന് പറഞ്ഞതൊരു കെമിക്കലാണ്. ആ സംഭവം ഉള്ള വസ്തുക്കളിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. സോ ക്യാരറ്റ്, അത്യാവശ്യം നല്ല കളറുള്ള റെഡ് ഓറഞ്ച് കളറുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പപ്പായ, അതിലൊക്കെ എന്തുണ്ട്? വിറ്റാമിൻ എ ഉണ്ട്. പിന്നെ ഉള്ള ഭക്ഷണം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ വിറ്റാമിൻ എ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിഷിൽ വിറ്റാമിൻ നല്ലോണം ഉണ്ട്. മെയിനായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പറയാം, ക്യാരറ്റ്, ക്യാപ്സിക്കം, ആ സാധനങ്ങളൊക്കെ പറയാം. പിന്നെ ഫിഷ് പറഞ്ഞല്ലോ നമ്മള്. അടുത്ത വിറ്റാമിനിലേക്ക് പോലെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ ലൈറ്റിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ. വൈറ്റമിൻ ഡിക്ക് വേണ്ടി നമ്മൾ അധികം ഭക്ഷണത്തൊന്നും തേടിപ്പോണ്ട, പുറത്തേക്ക് ഇറങ്ങി മതി. സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫുഡിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. പക്ഷെ മെയിൻ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ UV ലൈറ്റ് ആണ്. സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റിൽ അടങ്ങിയിരിക്കുന്നതാണ് UV ലൈറ്റ്. അപ്പൊ ആ UV ലൈറ്റ് ആണ് നമുക്ക് വൈറ്റമിൻ ഡി തരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ ഉച്ചക്കൊന്നും കയറി പോയേക്കരുത്, കഴിഞ്ഞ് വാടി വരും. ഒരുപാട് UV ഭയങ്കര അധികമായി നിൽക്കുന്നതുകൊണ്ട് ചെറിയ UV, ലൈക്ക് നമ്മൾ രാവിലത്തെ ഇളം വെയിലും വൈകിട്ടത്തെ ഇളം വെയിലൊക്കെയാണ് വൈറ്റമിൻ ഡിക്ക് നല്ലത്. ഇനി വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലും പല്ലും നന്നായിരിക്കും. വെളുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിരിക്കും. വെളുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തത് റിലേറ്റ് ചെയ്യേണ്ടത് കാൽഷ്യത്തിലേക്കാണ്. എല്ലിനും പല്ലിനും നല്ലതാണ്. എല്ലിനും പല്ലിനും അടങ്ങിയിരിക്കുന്ന സാധനം കാൽഷ്യമാണ്. അപ്പൊ കാൽഷ്യവും വിറ്റാമിൻ ഡിയും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അതായത് നമ്മള് ഭക്ഷണം കഴിക്കുന്നു, അതൊരു പൈപ്പായിട്ട് ഒരു ഫാക്ടറിയിലെ ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും ആയിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇൻലെറ്റ്, അതിങ്ങനെ ഒരു പൈപ്പിൽ കൂടെ വന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാൻ എൻഡിങ് ഓപ്പണിങ്. അപ്പൊ അതുവഴി എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഇതിനാണ് എക്സ്ക്രീഷൻ പറയുന്നത്, ഇതിനാണ് ഇഞ്ചക്ഷൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോയത് കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ഈ പോണ വഴിയിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്യണം. എന്നാലാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ഇൻലെറ്റിൽ നിന്ന്, ഈ സോഴ്സ് ഓഫ് എനർജിയിൽ നിന്ന് നമുക്ക് കിട്ടില്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്തിടണം. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലാണ് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അത് പക്ഷേ ഇതിപ്പോ ഞാൻ ഡൈജഷനിലാണ് പറഞ്ഞെങ്കിലും വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്കിന്നിൽ കൂടെയാണ്. ഇപ്പൊ UV ലൈറ്റ് വരുന്നത് നമ്മൾ ഒരിക്കലും വായി കൂടെ അല്ലല്ലോ തിന്നുന്നത്, അത് നമുക്ക് സ്കിന്നിലാണ് കിട്ടുന്നത്. സ്കിന്നിൽ വന്നടിക്കുമ്പോൾ എന്താണ്, സൺലൈറ്റിൽ നിന്ന് ആ UVന്റെ പ്രസൻസിലാണ് നമ്മൾ കാൽഷ്യത്തിനെ സ്കിന്നിന്റെ പുറത്തു നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇത് എത്ര അറിഞ്ഞാൽ മതി, വൈറ്റമിൻ ഡി നമുക്ക് വേണ്ടത് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനാണ്. കാൽഷ്യം ഉണ്ടെങ്കിലാണ് ബോൺസും ടീത്തും നന്നായിരിക്കുള്ളൂ. അപ്പോ ഇത് സ്കിന്നിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, വൈറ്റമിൻ ഡി എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? കാൽഷ്യം അടങ്ങുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. അതായത് നമ്മുടെ പാല്, മുട്ട പറയാം. സൺലൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഉള്ള സാധനമാണ് ഫിഷ്, മാർഗറിൻ, ചീസ്, ബട്ടർ. പാലുൽപ്പന്നങ്ങള്, പിന്നെ ഫിഷ്. മെയിൻ സോഴ്സ് ഏതാണ്? സൺലൈറ്റ്. ഓക്കെ. വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ എന്ത് അസുഖമാണ് വരുന്നത്?
എല്ലിനും പല്ലിനുമാണ് അസുഖങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. എല്ലിന് ഇപ്പൊ ചെറിയ കുട്ടികളിൽ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകാവുന്ന ഒരു വലിയ അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവരുടെ കാലൊക്കെ വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വളഞ്ഞു പോകും കാലുകൾ. കാല് വളയാൻ എന്താ കാരണം? അവരുടെ കാലിന്റെ എല്ലുകളൊക്കെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. പിന്നെ വേറെ വരാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണിനൊക്കെ ഇൻഫെക്ഷൻ വരും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത് ബോൺ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. പിന്നെ ഉള്ളൊരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. അത് നമ്മളുടെ പ്രായമായിട്ടുള്ള അമ്മമാരിലൊക്കെ സ്ഥിരം കണ്ടുവരുന്ന അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. ഇനി കോഡ് ലിവർ ഓയിലൊക്കെ വിറ്റാമിൻ ഡി നല്ലോണം ഉണ്ട്. അടുത്ത നമ്മളുടെ ബ്യൂട്ടി, നമ്മളുടെ സുന്ദരന്മാരും സുന്ദരികളുമായി നിർത്തുന്ന നമ്മുടെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഇസ് ദ ബ്യൂട്ടി വൈറ്റമിൻ. എന്തുകൊണ്ടാ? സ്കിന്നിലാണ് അതിന്റെ മെയിൻ ആക്ഷൻ. ഇതിനൊരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. ആന്റി ഓക്സിഡന്റിന്റെ ഗുണം എന്താ? സ്കിൻ ഏജിങ് കുറയ്ക്കും. നമ്മൾ പ്രായമാകുന്നത് കുറയും. സ്കിൻ ഏജിങ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിറ്റാമിൻ ഡി. പിന്നെ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഉള്ളത് പ്രായം കുറയാനാണ് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രായം കുറയാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ ഇ. പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളും വിറ്റാമിൻ ഇ ഉണ്ടെങ്കിൽ കുറയും. പിന്നെ അതിന്റെ അപ്പൊ ഏതിലാണ് വിറ്റാമിൻ ഇ അടങ്ങുന്നത്? മെയിൻ ആയിട്ട് പഴവർഗ്ഗങ്ങളിലൊക്കെയാണ്. പിന്നെ മാംസം അതിലുണ്ട്. അപ്പൊ ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണെന്നറിയോ? പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വിറ്റാമിൻ ഇയുടെ ഒരു റിച്ച് സോഴ്സ് എന്ന് പറയുന്നത്. വാൽനട്ട്, ബദാം, ആപ്രിക്കോട്ട്, പിന്നെ നമുക്ക് ചില ഓലിവ് ഓയിൽ അങ്ങനത്തെ ചില എസെൻഷ്യൽ ഓയിൽസിലൊക്കെ ഉണ്ട്. പിന്നെ ബട്ടർ ഫ്രൂട്ടിൽ വിറ്റാമിൻ ഇ നല്ലോണം ഉണ്ട്. സൺഫ്ലവർ ഓയിൽ, അതിൽ വിറ്റാമിൻ ഇ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വിറ്റാമിൻ ഇ അടങ്ങുന്ന ഭക്ഷണങ്ങൾ. അടുത്തത് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെന്റെ അകത്തുള്ള സാധനമാണ്. വിറ്റാമിൻ കെ എന്തിനാണ് ആവശ്യം അറിയോ? നമ്മുടെ ബ്ലഡിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ബ്ലഡിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സെല്ലുകളാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഈ പ്ലേറ്റ്ലെറ്റ് എന്തിനാണ് നമുക്ക് ആവശ്യം? ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്ന് ഒരു മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോര വാർന്നൊഴുകാൻ പാടില്ല. അപ്പൊ വാർന്നൊഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തട വെക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേറ്റ്ലെറ്റ്. അതുപോലെ ഈ പ്ലേറ്റ്ലെറ്റിനെ പോലെ തന്നെ ബ്ലഡ് ഒഴുകി പോവാതെ എവിടെയെങ്കിലും മുറിവൊക്കെ വരുമ്പോൾ കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ രക്തത്തിലുള്ളൊരു സാധനമാണ് ക്ലോട്ടിംഗ് ഫാക്ടർ. ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടാക്കുന്നത് വിറ്റാമിൻ കെയുടെ പ്രസൻസിലാണ്. വിറ്റാമിൻ കെയിലാണ് ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ലോട്ടിംഗ് ഫാക്ടറുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിറ്റാമിൻ കെ ഇല്ലെങ്കിൽ എന്താ? ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ല. ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലെങ്കിൽ എന്താ? ബ്ലീഡിംഗ് വരും. ബ്ലീഡിംഗ് ഡിസോർഡറുകളാണ് വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്. അപ്പൊ അത് എന്തിനാണ് അടങ്ങിയിരിക്കുന്നത്? വിറ്റാമിൻ കെ ഉള്ളത് പച്ചക്കറി, പഴവർഗ്ഗം, ഇലക്കറി, പച്ചക്കറി, പഴവർഗ്ഗങ്ങളിലാണ് വിറ്റാമിൻ കെ ഉള്ളത്. ക്യാബേജ്, കോളിഫ്ലവർ, സ്പിനച്ച്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ചില ധാന്യങ്ങളിലും. മെയിൻലി ഇലക്കറികളാണ് ഞാൻ പറഞ്ഞ സാധനങ്ങളല്ല. അപ്പൊ വിറ്റാമിൻ കെ അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലാണ്. വിറ്റാമിൻ കെ, ഇ, ഡി ഒക്കെ മെയിൻ ആയിട്ടുള്ളത് ഇലക്കറികളിൽ തന്നെയാണ്. അടുത്ത നമുക്ക് ബി കോംപ്ലക്സിലേക്ക് പോകാം. വാട്ടർ സോലബിൾ വിറ്റാമിൻസിന്റെ കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. വൈറ്റമിൻ ബി കോംപ്ലക്സ്. ബിന്റെ അകത്ത് ഞാൻ പറഞ്ഞു കുറെ വൈറ്റമിൻസ് ഉണ്ട്. അതിന്റെ ഒന്നാണ് B1. B1ന്റെ അകത്തിരിക്കുന്ന സാധനമാണ് തൈമിൻ. തൈമിൻ അടങ്ങിയിരിക്കുന്ന എവിടെന്നാണ് അറിയോ? നമ്മുടെ കുത്തരിച്ചോറിന്റെ തവിടിലാണ് എന്തുള്ളത്? ആ ബ്രൗൺ കളർ തവിടിലാണ് വൈറ്റമിൻ B1. പല ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ അതിന്റെ തൊലി നമ്മൾ കളയും. ആ തൊലിയിലായിരിക്കും മിക്കപ്പോഴും നമ്മുടെ വൈറ്റമിൻ B1 ഉണ്ടാകുക. വൈറ്റമിൻ B1ന്റെ സോഴ്സ് തവിടാണ് മെയിൻലി. അതില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന അസുഖം ബെറിബറി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ബെറിബറിയെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് അറിയണ്ട. ജസ്റ്റ് ഒന്ന് എന്താ ബെറിബറി എന്ന് കേൾക്കുമ്പോൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആള് ഭയങ്കര വീക്കാവും, എല്ലും തോലും പോലെയാകും. പിന്നെ ഒരു ബെറിബറി നമുക്ക് ആവശ്യം ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണെന്ന് ആലോചിച്ചോളൂ. ബ്രെയിൻ എന്ന് പറയുമ്പോൾ നെർവ്സ് ഉണ്ട്. അപ്പൊ നെർവ്സ് ഒന്നും മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ ആൾ ഒരുമാതിരി വയ്യാത്ത പോലെ കുഴഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ. അതിനാണ് ബെറിബറി പറയുക. ഉണ്ടാവുന്ന അസുഖമാണ് ബെറിബറി. നമുക്ക് അത് എന്തിനാണ് ആവശ്യം? എന്തിലൊക്കെയാണ് വൈറ്റമിൻ B1 ഉള്ളത്? മത്സ്യം, മുട്ട, പച്ചക്കറി.
പഴവർഗ്ഗം, മാംസം, പിന്നെ ധാന്യങ്ങളുടെ മേലെയുള്ള കോട്ടിങ്ങുകളുണ്ട്. അതിലാണ് മെയിൻ ആയിട്ടുള്ളത്. വൈറ്റമിൻ ബി നമ്മൾ എപ്പോഴും വെള്ളരി ഒന്നും അധികം കഴിക്കരുത്. കാരണം വെള്ളരി മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് B1 കിട്ടില്ല. കുത്തരിച്ചോറ് നല്ലതാണ്. കുത്തരിച്ചോറ് തന്നെ നല്ലൊരു സോഴ്സാണ് നമുക്ക് വൈറ്റമിൻ B1 കിട്ടാനായിട്ട്. പിന്നെ ഉള്ളത് മെയിനായിട്ട് മത്സ്യം, മാംസം. B2 അത് നമുക്ക് നമ്മുടെ ചർമ്മത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2. അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാം, അത് ഇല്ലെങ്കിൽ അതിന്റെ അഭാവം ഉണ്ടാവുമ്പോൾ നമുക്ക് കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് വരണ്ടു പൊട്ടുന്ന സ്കിന്നുകള്, ചുണ്ട് വരണ്ടു പൊട്ടുക, സ്കിൻ വരണ്ടു പൊട്ടുക, നാവ് മഞ്ഞ കളറിലാവുക, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളാണ് വൈറ്റമിൻ B2 ഉള്ളത്. അത് കിട്ടുന്നത് എവിടെന്നാ? ധാന്യങ്ങള്, പാല്, പാലുൽപ്പന്നങ്ങൾ. പാലുൽപ്പന്നം ധാന്യങ്ങളിൽ നിന്നാണ് വൈറ്റമിൻ B2 ഉണ്ടാവുന്നത്. ഇനി അടുത്തത് നമുക്ക് വൈറ്റമിൻ B3യിലേക്ക് പോകാം. B3ന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുവാണ് നിയാസിൻ. അപ്പൊ B3 ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അസുഖമാണ് പെലഗ്ര. പെലഗ്ര എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിന്റെ പേര് അത്ര മനസ്സിലാക്കുക. പെലഗ്ര എന്ന് പറയുന്ന അസുഖം നിയാസിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്നത്. നിയാസിനൊക്കെ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് വൈറ്റമിൻ B3യിൽ നിന്നാണ്. പെലഗ്ര എന്ന് പറയുന്ന അസുഖം പറയുമ്പോൾ അതിന്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ 3 Ds എന്നാണ് പറയുന്നത്. 3 Dകളെയാണ് പെലഗ്രയെ കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മൾ പറയാം. ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡയേറിയ. ഡയേറിയ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, വയറിളക്കമാണ്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവാണ്. പിന്നെ എന്താ പറയുന്നത്? ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് മെയിൻലി. കുറെ സ്കിൻ ഇൻഫെക്ഷൻ വരും, ഡയറിയ വരും, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് പെലഗ്ര എന്ന് പറയുന്ന അസുഖം മാനിഫെസ്റ്റ് ചെയ്യാം. എന്തിലൊക്കെയാണ് വൈറ്റമിൻ B3 ഉള്ളത്? വൈറ്റമിൻ B3 മത്സ്യം, മാംസം, പാല്, പിന്നെ ചില നട്ട്സിൽ, അതിലൊക്കെയാണ് വൈറ്റമിൻ B3 അടങ്ങുന്നത്. പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, അതിലാണ് നിയാസിൻ അടങ്ങുന്നത്. അടുത്ത സാധനമാണ് വൈറ്റമിൻ B6 പിരിഡോക്സിൻ. പിരിഡോക്സിൻ ഇല്ലെങ്കിൽ അത്യാവശ്യം ആളുടെ തല പോയി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ്. വൈറ്റമിൻ B6 എന്ന് വെച്ചാൽ പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ ഒരു അമിനോ ആസിഡ്, നമ്മുടെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പിരിഡോക്സിൻ. പിരിഡോക്സിന്റെ അഭാവം മൂലം ഏറ്റവും ആദ്യം കാണിക്കാൻ പോകുന്ന രോഗലക്ഷണം വിളർച്ചയാണ്. കാരണം വൈറ്റമിൻ B6 ഇല്ലെങ്കിൽ നമുക്ക് വിളർച്ച കാണിക്കും, അതുപോലെ ഡെർമറ്റൈറ്റിസ്, സ്കിൻ ഇൻഫെക്ഷൻസ് കാണിക്കും, വരണ്ടു പോവും സ്കിൻ, പിന്നെ ബുദ്ധിക്ക് കുറച്ച് മന്ദത വരും. ഇത് നെർവാണ്. വൈറ്റമിൻ B6 നമ്മുടെ നെർവിന്റെ നല്ല വൈറ്റമിൻ A കാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞ പോലെ വൈറ്റമിൻ B6 വേണ്ടത് നമ്മുടെ നെർവ്സ് ഒക്കെ, സൂക്ഷ്മനാഡികളിലൊക്കെ നല്ലോണം ഫങ്ഷൻ ചെയ്യാൻ വേണ്ടതാണ് വൈറ്റമിൻ B6. അപ്പൊ വൈറ്റമിൻ B6ന്റെ കുറവ് കാരണം ചിന്താക്കുഴപ്പങ്ങളും മന്ദതയും അങ്ങനത്തെ നെർവിന് സംബന്ധമായിട്ടുള്ള കുറച്ച് തരിപ്പ്, കാലിലൊക്കെ ഉണ്ടാകുന്ന തരിപ്പ്, കോച്ചിപ്പിടുത്തം, അതൊക്കെ ഉണ്ടാകുന്നത് വൈറ്റമിൻ B6ന്റെ അഭാവം മൂലമാണ്. അപ്പൊ ചിലരൊക്കെ തണുപ്പത്ത് കോച്ചി പിടിക്കുക എന്ന് പറയും. ചിലർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ് കാല് കോച്ചി പിടിക്കുക, മസിൽ കയറി പിടിക്കുക. അങ്ങനെ പറയുന്നത് വൈറ്റമിൻ B6ന്റെ കുറവുകൊണ്ടാണ്. അത് നമുക്ക് അടങ്ങിയിരിക്കുന്നത് ഇത് പെട്ടെന്ന് വൈറ്റമിൻ B6 അടങ്ങിയിരിക്കുന്നത് ധാന്യങ്ങളിലാണ്. വൈറ്റമിൻ B6 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്രെയിൻ ഫംഗ്ഷന്, റെഡ് ബ്ലഡ് സെൽസ്, RBCകളുടെ ഫോർമേഷന്, പ്രോട്ടീൻസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട്, അതിനൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ B6 വേണ്ടത്. അതുപോലെ ഇമ്മ്യൂണിറ്റിയിൽ ആന്റിബോഡി ഉണ്ടാവാൻ. ഇപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേ നമ്മുടെ ആന്റിബോഡി ആണല്ലോ. അപ്പൊ ആന്റിബോഡി ഉണ്ടാവാനൊക്കെ B6 ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം 2 മില്ലിഗ്രാം B6 ഒക്കെ മതി. ഒരു വാട്ടർ സോൾബിൾ വിറ്റാമിൻ ആണ്. അടുത്തത് B7 ബയോട്ടിൻ. ബയോട്ടിനൊക്കെ ഇനി പറയാൻ പോകുന്ന B7, B9, B12 ഇതിന് 3 പേരെ നമുക്ക് ഒരു ഒറ്റ ക്ലാസിഫിക്കേഷനിലോട്ട് ഇടാം. B7, B9, B12 എല്ലാം വേണ്ടത് DNA ഫോർമേഷൻ ആണ്. അപ്പൊ അതായത് DNA എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒരു സെല്ലിന്റെ സെൽ മെംബ്രെയിൻ, അകത്തൊരു സൈറ്റോപ്ലാസം, അതിനകത്തൊരു ന്യൂക്ലിയസിന്റെ അകത്തുള്ള സാധനമാണ് DNA. DNA ആണ് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ. എന്ത് സാധനം ഏറ്റവും ബേസിക് നമ്മുടെ ബോഡിയുടെ ഓർഗന്റെ അകത്തുള്ള ടിഷ്യൂവിന്റെ അകത്തുള്ള സെല്ലിന്റെ അകത്തെ ന്യൂക്ലിയസ്, അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ DNA എന്ന് നമുക്ക് പറയേണ്ടി വരും.
അപ്പൊ ആ DNA ഫോർമേഷന് വേണ്ടിയിട്ട്, DNA വെറുതെ അങ്ങ് ഉണ്ടാവില്ല. DNA ഉണ്ടാവണമെങ്കിൽ വളരെ ചെറിയ ചെറിയ ഈ പറഞ്ഞ ന്യൂട്രിയൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ ന്യൂട്രിയൻസും അങ്ങനെ ചെറിയ ചെറിയ എലമെന്റ്സിൽ നിന്നാണ് നമ്മൾ DNA ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ DNA ഉണ്ടാക്കാനായിട്ട് വേണ്ട ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസിൽ പെട്ടവരാണ് B7, B9, B12. അപ്പൊ B9ഉം B12ഉം B7 നമുക്ക് DNA ഫോർമേഷൻ ആണെന്ന് മനസ്സിലായി. B9ഉം B12ഉം ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആദ്യം രോഗലക്ഷണമായിട്ട് കാണിക്കുന്നത് പെർനീഷ്യസ് അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന അനീമിയ, വളർച്ചയാണ് രോഗം വളർച്ചയാണ്. ഇതിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ പെർനീഷ്യസ് അനീമിയ അല്ലെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന അനീമിയകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഇതിപ്പോ നിങ്ങളെക്കാളും കൂടുതൽ കുറച്ചുകൂടെ B9, B12ന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് പ്രഗ്നൻസി ഗർഭിണികളിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം എന്താ, ഗർഭിണികളുടെ ഉള്ളിൽ എന്താ നമ്മള് പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുടെ ഉള്ളിൽ ആരാ ഉള്ളത്? വാവയുണ്ട്. വാവയ്ക്ക് വളരണ്ടേ? വാവ ഒരു ചെറിയ സെല്ലിൽ നിന്നും വലിയൊരു ബേബി ആയിട്ട് മാറുകയാണ്. അപ്പൊ ആ ബേബി ആയിട്ട് മാറണമെങ്കിൽ ബേബിക്ക് ഒരുപാട് DNA ആവശ്യമാണ്. അപ്പൊ ആ DNA ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് വേണം. ഫോളിക് ആസിഡ് ആണ് B9 എന്ന് പറഞ്ഞത് തന്നെ ഫോളിക് ആസിഡ് ആണ്. സോ ഫോളിക് ആസിഡ് വേണം എന്ത്, കുട്ടിക്ക് വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മ നല്ലോണം ഫോളിക് ആസിഡ് കഴിച്ചാലാണ് കുട്ടിക്ക് ഫോളിക് ആസിഡ്. അപ്പൊ ഗർഭിണികളിലാണ് ശരിക്കും ഫോളിക് ആസിഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മള് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഒക്കെ അമ്മമാർക്ക് കൊടുക്കും. പിന്നെ നമുക്ക് ഫോളിക് ആസിഡ് വേണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് കഴിക്കണം? നമ്മള് ബീൻസ് കഴിക്കണം, മറ്റേ പൾസസ് കഴിക്കണം, പയറ് വർഗ്ഗങ്ങൾ കഴിക്കണം, അത്യാവശ്യം പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ ഹോൾ ഗ്രീൻസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സീ ഫുഡാണ് ഫോളിക് ആസിഡിന്റെ ഒരു വലിയ സോഴ്സ്. പ്രോൺസ്, പിന്നെ മൊളസ്കൻസ്, ഷെൽഫിഷ്, അതൊക്കെയാണ് B9ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സുകൾ. പച്ചക്കറികൾ അങ്ങനെയൊക്കെ. അപ്പൊ ഇതില്ലെങ്കിൽ ഉണ്ടാവുന്നത് വിളർച്ച രോഗമാണ്. ഇപ്പൊ B12 ഞാൻ ഇതുപോലെ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് B12 ആവശ്യം ബ്ലഡ് സെല്ലുകൾ ഉണ്ടാക്കാനും DNA ഉണ്ടാവാനും ഒക്കെയാണ്. അത് വന്നില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അസുഖം അനീമിയാണ്, വളർച്ചയാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ളത് പാലുൽപ്പന്നങ്ങളിലാണ് B12 ഉള്ളത്. B12 എന്ന് പറയുമ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മയുള്ളത്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ചില വെജീസ് ഉണ്ടാവും, അതായത് വെജിറ്റേറിയൻസ് ഉണ്ടാവും. അപ്പൊ പ്യോർ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ചില തുളു ബ്രാഹ്മിൻസ് അങ്ങനത്തെ ഉള്ളവരൊക്കെ പ്യോർ വെജിറ്റേറിയൻസ് ആണ്. അവര് തൈര് കഴിക്കില്ല. തൈര് കഴിക്കാതെ അവര് വീഗൻസ് എന്നാണ് പറയുക. തൈര് കഴിച്ചില്ലെങ്കിൽ അവർക്ക് കിട്ടില്ല എന്ത്, B12 ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് തൈരാണ്. കാരണം എന്താ, തൈര് ഉണ്ടാവുന്നത് എങ്ങനെയാ? പാലില് ഒരു ബാക്ടീരിയ, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പാലിനെ പാതി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വസ്തുവാണ് തൈര്. അപ്പൊ ഈ പാതി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിന്റെ ന്യൂക്ലിയസ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പൊ DNA ഒക്കെ പുറത്തു വരും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ B12 സാധനം കിട്ടും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. തൈരിലാണ് വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത്. അപ്പൊ തൈര് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തൈരൊക്കെ നല്ലോണം കഴിക്കണം. പാലുൽപ്പന്നങ്ങളിലാണ്. പിന്നെ ഷെൽഫിഷ്, അതിലാണ് B12 ഉള്ളത്. തൈരാണ് ഒരു നല്ല റിച്ച് സോഴ്സ്. നമുക്ക് ഇത് കിട്ടാവുന്നത് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 സോഴ്സ് തൈരാണ്. എല്ലാവരും നല്ലോണം തൈര് കഴിക്കണം. നമുക്ക് അടുത്ത നമ്മുടെ ഏറ്റവും പരിചയമുള്ള വിറ്റാമിൻ സി. കൊറോണ കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ സി ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ രണ്ട് സാധനമാണ്, സിയും സിങ്കും. സിങ്ക് ഒരു മിനറൽ ആണ്, സി ആണ് വൈറ്റമിൻ സി. അപ്പൊ സി നമുക്ക് രോഗപ്രതിരോധം, ഇമ്മ്യൂണിറ്റിക്കാണ് വേണ്ടത്. എന്തുകൊണ്ടാണ്? പിന്നെ ഇമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, ഹീലിങ്ങിന്, എന്തെങ്കിലുമൊക്കെ മുറിവ് വന്നാല്, ഫ്രാക്ചർ വന്നാല് അതൊക്കെ വേഗം ഹീൽ ആവണമെങ്കിൽ, വേഗം മുറിവൊക്കെ ഉണങ്ങണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി വേണം. കാരണം വൈറ്റമിൻ സി ആണ് കൊളാജൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നത്. കൊളാജൻ ഉണ്ടാവാനായിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. കൊളാജൻ ഉണ്ടെങ്കിലാണ് വേഗം മുറിവ് ഉണങ്ങുള്ളൂ. സി ഉണ്ടെങ്കിലാണ് ആന്റിബോഡികൾ ഉണ്ടാവുള്ളൂ, ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. എന്തിലടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, സിട്രസ് ഫ്രൂട്ട്സ്, പുളിയുള്ള ഫ്രൂട്ടുകളിലാണ് സി ഉള്ളത്. നാരങ്ങ, ഓറഞ്ച്, ഗൂസ്ബെറി, അതായത് നമ്മുടെ നെല്ലിക്ക, ക്യാബേജിലൊക്കെ ഉണ്ട്.
അപ്പോൾ എന്താണ് വൈറ്റമിൻ സി ഇല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന അസുഖം? സ്കർവി എന്ന് പറയുന്ന അസുഖമാണ് വൈറ്റമിൻ സി ഇല്ലെങ്കിലുള്ളത്. അപ്പോൾ വൈറ്റമിൻ സി ഇല്ലെങ്കിൽ വരാവുന്നത് ബ്ലീഡിങ് ഗംസ് എന്നാണ്. ഈ രാവിലെ പല്ല് തേക്കുമ്പോൾ എന്നും സ്ഥിരമായിട്ട് രാവിലെ പല്ല് തേക്കുമ്പോൾ ചോര പോവുക, അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. പല്ല് തേക്കുമ്പോൾ ചോര, ഡോക്ടറെ പല്ല് തേക്കുമ്പോൾ എന്താണ് ചോര കാണുന്നുണ്ട് എന്നായിരിക്കും ഏറ്റവും ആദ്യം അവരെല്ലാവരും പറയാം. സോ ബ്ലീഡിങ് ഗംസ് ആണ് അതിന്റെ ഏറ്റവും നല്ലൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ നല്ലോണം വരും. അതാണ് സ്കർവി. പണ്ട് കാലത്ത് സ്കർവി പറയുന്നത് ഈ സെയിലേഴ്സ് ഉണ്ടല്ലോ, സെയിലേഴ്സിന് വരുന്ന അസുഖമായിരുന്നു സ്കർവി. കാരണം അവർക്ക് ഇങ്ങനെ ലോങ് ആയിട്ട് യാത്ര പോകുമ്പോൾ അവർക്കൊട്ടും കിട്ടാനില്ലാത്തൊരു വൈറ്റമിൻ ആയിരുന്നു വൈറ്റമിൻ സി. അങ്ങനെ സെയിലേഴ്സിന്റെ അസുഖമായിട്ടും വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു പഴയൊരു ഹിസ്റ്ററി വെച്ച് പറയുമ്പോഴേ ഉള്ളൂ. ദെൻ നമുക്ക് മിനറൽസിലേക്ക് പോവാം. മിനറൽസിൽ പെട്ടതാണ് അയൺ, സിങ്ക്, മാംഗനീസ് ഒക്കെ. അപ്പൊ അയൺ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അയൺ നമുക്ക് വേണ്ടത് എന്താ? RBC എന്ന് പറഞ്ഞ സെല്ല് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. സെല്ലിന് ഓക്സിജൻ ഉണ്ടെങ്കിലാണ് അതിന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ATP ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെല്ലിന് ഓക്സിജൻ കൊണ്ടുതരുന്നത് ആരാ? RBCകളാണ്. റെഡ് ബ്ലഡ് സെല്ലുകളാണ് നമുക്ക് സെല്ലിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊണ്ടുതരുന്നത്. റെഡ് ബ്ലഡ് സെല്ലിന്റെ അകത്തുള്ള ആരാണ് ഓക്സിജൻ വഹിക്കുന്നത് എന്ന് വെച്ചാൽ ഓക്സിജൻ കാരിയർ ഇൻ അവർ ബോഡി ആരാ? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജന് ഇങ്ങനെ കൊണ്ടുപോയി ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ കൊണ്ടുപോയി നടക്കുന്നത്. സോ ആ ഹീമോഗ്ലോബിന്റെ അകത്ത് ഉള്ള ഹീമോഗ്ലോബിന്റെ ഒരു കണ്ടന്റ് ആണ് അയൺ. അപ്പൊ അയൺ ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഇല്ല, ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ RBC ഇല്ല, RBC ഇല്ലെങ്കിൽ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അയൺ ഒരു ബ്ലഡിന്റെ മേജർ കമ്പോണന്റ് ആണ്. അപ്പൊ അയൺ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ബ്ലഡിലെ കുറയുന്നു. അപ്പൊ വരുന്ന അസുഖമാണ് എന്ത്? വളർച്ച, അനീമിയ. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗമാണ് വിളർച്ച. എന്താണ് അനീമിയ? അനീമിയ അല്ലെങ്കിൽ വിളർച്ച രോഗത്തിന്റെ ലക്ഷണങ്ങൾ. അതിൽ അനീമിയ തന്നെ ഒരുപാട് തരം അനീമിയ ഉണ്ട്. അതിൽ അയണിന്റെ ഡെഫിഷ്യൻസി മൂലമുള്ള അനീമിയ നമ്മൾ എന്താ പറയാ? അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്യാൻ വയ്യ, ഫുൾ ക്ഷീണം, ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല, വിശപ്പില്ല, പിന്നെ മസിലൊക്കെ ഭയങ്കര വീക്ക് ആവുന്നു, അധികം കളിക്കാനൊന്നും പറ്റില്ല. പിന്നെ കൈയിന്റെ നഖത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. കൊയിലോണിക്ക പറയും. ഓക്കെ, കളറിന്റെ സ്കിന്നിന്റെ നെയിലിന്റെ കളറൊക്കെ മാറുന്നു. പിന്നെ എക്സ്ട്രിമിറ്റീസ്, അതായത് നമ്മുടെ കൈകള് കാലുകളിലൊക്കെ തണുപ്പ് വരും. ചിലർക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്. അതായത് ഇത് സാധാരണയായിട്ടും ചിലപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ കൈ ഇവിടെ മാത്രം തണുപ്പ്, കൈയിന്റെ പാംസിന് തണുപ്പ്, കാലിന് തണുപ്പ്, ഇവിടെ ചെവിയിൽ തണുപ്പ്, അങ്ങനെ അവിടെ മാത്രം തണുപ്പ്, ബാക്കിയുള്ളവർക്കൊന്നും തണുപ്പില്ല. അങ്ങനെ കോൾഡ് ഹാൻഡ് ആൻഡ് ഫീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര വെളുത്തിരിക്കും. ഇങ്ങനെ കണ്ണിങ്ങനെ താത്തി നോക്കുമ്പോൾ നമുക്ക് കണ്ണിന് ചോരയുണ്ടോ നമ്മൾ നോക്കുമല്ലോ, അത് അവിടെ പെയിലായിട്ടുണ്ടോ നോക്കുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, അയണിന്റെ കുറവിന്റെ ലക്ഷണങ്ങൾ. അയൺ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? നമുക്ക് അയൺ കടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം, പിന്നെ അയൺ ടാബ്ലറ്റ് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. അയൺ അടങ്ങിയിരിക്കുന്നത് എന്തിലാ? അയൺ അടങ്ങിയിരിക്കുന്നത് ചിക്കൻ, ടർക്കി, എഗ്, സീരിയൽസ്, മാംസത്തിലൊക്കെയാണ്. മാംസത്തിലൊക്കെയാണ് എന്തടങ്ങിയിരിക്കുന്നത്? അയൺ അടങ്ങിയിരിക്കുന്നത്. അടുത്ത നമുക്ക് അയഡിനാണ്. നമുക്ക് ജസ്റ്റ് പറയാം കാൽഷ്യം. കാൽഷ്യം നമുക്ക് എന്ത് തരുന്ന? പാല്, മുട്ടയിൽ നിന്ന് കിട്ടുന്നതാണ് കാൽഷ്യം. കാൽഷ്യം വേണ്ടത് എന്തിനാണ്? പല്ലിനും എല്ലിനും. അടുത്ത ബാക്കിയുള്ളതാണ് ആര്? സിങ്ക്, കോപ്പർ, മാംഗനീസ്, സെലീനിയം, മാംഗനീസ്. ഇവരെല്ലാവരും മിനറൽസ് ആണ്. സിങ്ക് ഒരു ഇമ്പോർട്ടന്റ് മിനറൽ ആണ്. സിങ്ക് ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധ ശേഷിക്കൊക്കെ ആവശ്യം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറലിൽ പെട്ടതാണ് അയോഡിൻ. അയഡിൻ ഇല്ലെങ്കിൽ കേൾക്കുന്ന ആദ്യത്തെ പേര് ഗോയിറ്റർ എന്നൊരു അസുഖമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് അയഡിൻ ഇവിടെ ഒന്നും അധികം അയഡിൻ ഡെഫിഷ്യൻസി കാരണമുള്ള ഗോയിറ്റർ ഒന്നും വരില്ല. കാരണം എന്താ? അയഡൈസ്ഡ് സോൾട്ട് ഉണ്ട് ഇവിടെ. ചെറിയ അളവിൽ മതി അയഡിൻ. അപ്പൊ അത് നമ്മുടെ ഉപ്പിൽ തന്നെയുണ്ട്. അയഡൈസ്ഡ് സോൾട്ട് വാങ്ങണം, കഴിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇപ്പോ ഈ നമ്മുടെ
തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് അത്യാവശ്യം ഇങ്ങനെ വലുതായി നിൽക്കുന്ന അസുഖമാണ് ഗോയിറ്റർ. അപ്പോൾ അയഡിൻ ഇല്ലെങ്കിൽ കാണിക്കുന്ന അസുഖമാണ് ഗോയിറ്റർ. അയഡിൻ എവിടുന്നാ കിട്ടുന്നത്? കടൽ മത്സ്യങ്ങള്, കടൽ ഭക്ഷണങ്ങളാണ് മേജർ ആയിട്ടുള്ള സോഴ്സ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പാല്, മുട്ട, ചീസ്, യോഗർട്ട്, സീവീഡ്സ് അതൊന്നും നമുക്കിവിടെ കിട്ടാനില്ല. ഏറ്റവും കൂടുതൽ അയഡിൻ നമുക്ക് കിട്ടേണ്ടത് കടൽ മത്സ്യങ്ങൾ, കടൽ ഭക്ഷണങ്ങളൊക്കെ, സീ ഫുഡ്. പിന്നെ ബാക്കി നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് നെർവ്സിന്റെ ഒക്കെ ഫങ്ഷനിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ട സാധനമാണ് സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, ഫോസ്ഫറസ്. സോഡിയം, പൊട്ടാഷ്യം ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേണ്ട സാധനമാണ്. നമുക്ക് അത്യാവശ്യം കിട്ടും ഉപ്പിൽ നിന്നും. സോഡിയം ക്ലോറൈഡിൽ നിന്ന് നമുക്ക് സോഡിയം കിട്ടും, ഇന്ദുപ്പിൽ നിന്ന് നമുക്ക് പൊട്ടാഷ്യം കിട്ടും. അതൊന്നും നമുക്ക് അധികം ഡെഫിഷ്യൻസി വന്ന് കാണുന്ന അസുഖങ്ങളല്ല. പിന്നെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കൊക്കെ എന്താണ് സോഡിയം കുറയുന്ന അസുഖം, സോഡിയം കുറയുമ്പോൾ ഇങ്ങനെ ക്ഷീണമായിട്ട് വേച്ചു പോവുക, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. പക്ഷെ നിങ്ങളുടെ പ്രായക്കാരിൽ സോഡിയത്തിന്റെ, പൊട്ടാഷ്യത്തിന്റെ ഡെഫിഷ്യൻസി എന്നാണ് കണ്ടുവരുന്നത്. അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ്, ഇപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, നമ്മൾ ന്യൂട്രിയൻസ് എന്താണെന്ന് മനസ്സിലാക്കി, ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ബാലൻസ്ഡ് ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി, ഓരോരോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അതിന്റെ ഇല്ലെങ്കിലുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ആവശ്യമായ അളവ്, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഫുഡ് പിരമിഡ്, അതായത് നമുക്ക് വേണ്ട ഭക്ഷണത്തിന്റെ ഈ പറഞ്ഞ ബാലൻസ്ഡ് ഡയറ്റിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ നമുക്ക് എങ്ങനെയാ ഒരു ഫുഡ് പിരമിഡ് ആക്കി മാറ്റാം. അതിനകത്ത് ഫുഡ് പിരമിഡിന്റെ ബേസിൽ നിറയെ വസ്തുക്കളുണ്ട്. ലൈക്ക് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കിടക്കുന്നത് ഫുഡ് പിരമിഡിന്റെ ബേസിലാണ്. അതായത് ആ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ആയിരിക്കണം നമ്മുടെ ഫുഡിന്റെ ഒരു ഏറ്റവും വലിയ ഭാഗം. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? റൊട്ടി ഉണ്ട്, റൈസ് ഉണ്ട്, പലതരത്തിലുള്ള റൈസ്, ഗോതമ്പ്, ചപ്പാത്തി, പൾസുകൾ, ഗ്രെയിൻസ്, പയറുവർഗ്ഗങ്ങൾ എല്ലാം അതിനകത്ത് പെടും. പിന്നെ അതിന്റെ മേതെയുള്ള കാറ്റഗറിയിലാണ് നമുക്ക് എന്നുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതാണ് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അതിന്റെ മീതെ പിന്നെ അതും കഴിഞ്ഞിട്ട് കുറച്ച് അളവിൽ വേണ്ട സാധനമാണ് എന്ത്? പാല്, മുട്ട, മാംസം ഒക്കെ. അതിലും ഏറ്റവും കുറച്ചുള്ള അളവിൽ നമുക്ക് വേണ്ടതാണ് ഫാറ്റ്, ഓയില്, ഷുഗർ, സോൾട്ട് ഒക്കെ. ഉപ്പൊക്കെ കുറച്ച് മതി. മനസ്സിലായാലും ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്, അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അത് കഴിഞ്ഞിട്ട് വേണ്ടതാണ് എന്ത്? നമ്മുടെ ഫിഷ്, എഗ്, ഓൾട്ടർനേറ്റീവ്സ്, ഫാറ്റ്, ഓയിൽ, ഷുഗർ, അതിൻ്റെ. ഇതിപ്പോ ഫുഡ് പിരമിഡ് എന്ന് പറയുമ്പോഴത്തേനും അപ്പോഴും നമുക്ക് ക്ലിയർ ആയില്ല. കുറച്ചും കൂടെ പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന സാധനമാണ് ഫുഡ് പ്ലേറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. ഫുഡ് പ്ലേറ്റ് ആണ്. നോക്കൂ, ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമ്മുടെ പ്ലേറ്റിന്റെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഒരു ദിവസം 8 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പൊ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ 90% വെള്ളമാണ്. അപ്പൊ അതിൽ വെള്ളം കുടിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം 8 ലിറ്റർ വെള്ളം ഉണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ആ പ്ലേറ്റില് എത്ര ഭാഗം വെജിറ്റബിൾ ആണെന്ന് നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന ചോറില്ലേ, നമ്മൾ ഒരു ദിവസത്തെ ഉച്ചത്തെ ഫുഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ ഉച്ചത്തെ ഫുഡിന്റെ പ്ലേറ്റ് ഇത്, ഒരു ഗ്ലാസ് വെള്ളം. അപ്പൊ അതിനകത്ത് ഇത്രയും ഭാഗം ഒരു പോർഷനില് ഒരു പ്ലേറ്റിന്റെ പാതി എടുത്ത് അതിന്റെ പാതി, അതായത് 1/4 ഭാഗം ചോറേ എടുക്കാവുള്ളൂ. ചോറ് ആസിച്ച് നമ്മൾ എടുക്കുന്നുണ്ടത് 1/4 ഭാഗം മാത്രം. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പയറ് വളർത്തിയതൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ പയറ് വളർത്തിയ സാധനം അത് നമ്മൾ എന്താ പറയുക, ബാക്കി 1/4 ഭാഗം പ്ലേറ്റ് ഫില്ല് ചെയ്യേണ്ടത് ആ പയറ് വളർത്തിയത് വെച്ചിട്ട്. ഇപ്പൊ സാമ്പാർ ഒക്കെ ആയിട്ടായിരിക്കില്ല, ഇപ്പൊ സാമ്പാർ ആലോചിക്കാം നമുക്ക്. അപ്പൊ സാമ്പാറിൽ നമ്മുടെ കയ്യിൽ കുറെ വെജിറ്റബിൾസ് കിട്ടും. പിന്നെ വേറെ ഏതെങ്കിലും ഒലത്ത് കറിയിൽ നിന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കിട്ടും. അപ്പോ ആ ഭാഗം വേണമെങ്കിൽ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഒരു പാതിയാക്കാം. ഇത് പക്ഷെ ഒരു 50% എടുത്തിട്ടുണ്ടെങ്കിൽ 25% നമ്മൾ ചോറ് എടുത്തു, 25% നമ്മൾ പ്രോട്ടീൻ എടുത്തു. ഇത് എത്ര പെർസെന്റേജ് ഒന്നും പറയോ? 25 ഒന്നുമല്ല. ഫ്രൂട്ട്സ് ഒരു ചെറിയ ഭാഗം,
ഇപ്പൊ 50% ഒരു കണക്കിൽ നമ്മൾ പറയുമ്പോൾ ഒരു 15% മാത്രം 15% മാത്രമാണ് ഫ്രൂട്ട്സ് പോയിരിക്കുന്നത്. ബാക്കി ഉള്ള 35% പോയിരിക്കുന്നത് എവിടെയാ? വെജിറ്റബിൾസിലാണ്. ഇങ്ങനെയാണോ നമ്മുടെയൊക്കെ ഒരു സാധാരണ ഫുഡ് പ്ലേറ്റ് ഇരിക്കുന്നത്? നമ്മുടെ ഫുഡ് പ്ലേറ്റ് ഒക്കെ വരുമ്പോഴാ ഇത്രയും ഭാഗം ചോറും ബാക്കി ഇത്രയും ഭാഗം മാത്രം കറി വരും. ഇങ്ങനെ ആവരുത് നമ്മുടെ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് ഇരിക്കുമ്പോൾ. നമ്മുടെ പ്ലേറ്റിന്റെ ഒരു 1/4 ഭാഗം മാത്രം ചോറ് നിറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് ആ വക ഐറ്റംസ് നമ്മൾ നിറക്കേണ്ടത് എന്താണ്? 1/4 ഭാഗവും. ബാക്കിയുള്ള 1/4 ഭാഗം പ്രോട്ടീൻ നിറയ്ക്കുക. പിന്നെ ഉള്ള ഒരു 35% നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ശീലമില്ല, പക്ഷെ അങ്ങനെ ഒരു ശീലം വരേണ്ടതാണ്. നമ്മൾ ഫുഡിന്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാണ്. അങ്ങനെ ചെയ്യണം. പിന്നെ ഓയിൽ, ഹെൽത്തി ഓയിലൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മളെല്ലാം മിക്ക പാകം ചെയ്യുന്നതൊക്കെ ഓയിൽ ഒഴിച്ചിട്ടായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഓയിൽ മിക്കവാറും ഇവിടെ തന്നെ കിട്ടും. ഇപ്പോ ഇനി ഇതിനകത്ത് എഴുതിക്കുന്ന കുറച്ചൊരു ചെറിയ പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ നമ്മൾ ഒരു ദിവസം ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് ജസ്റ്റ് 1 or 2 times a day മാത്രം ആക്കുക. ജ്യൂസ് ഒക്കെ ഒരു ദിവസം ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ കുടിക്കാം. ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുറയ്ക്കുക പരമാവധി. പിന്നെ കാര്യം എന്താ പറയുക, ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതിലെല്ലാത്തിലും കാലോറി കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, എനർജി കണ്ടന്റ് ഒരുപാട് കൂടുതലാണ്. അപ്പൊ അത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അത് റിസർവ് എനർജി കുറച്ച് അധികമാകും. അപ്പൊ ഒബീസിറ്റിയിലേക്ക് പോകും. അതിന്റെ ആവശ്യം നമുക്കില്ല. പിന്നെ ഹോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയെന്ന് അറിയോ? ഹോൾ ഗ്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഗ്രെയിൻസും ഉണ്ട്, ഹോൾ ഗ്രെയിൻസും ഉണ്ട്. ഹോൾ ഗ്രെയിൻസിലാണ് നമ്മുടെ വീറ്റ് ബ്രെഡ് ഒക്കെ വരിക. നമ്മൾ സാധാരണ കഴിക്കുന്ന എന്താ റിഫൈൻഡ് ഗ്രെയിൻസിൽ പെട്ടതാണ്. വൈറ്റ് ബ്രെഡ് ഒക്കെയാണ് നമുക്ക് മോഡേൺ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുന്നതൊക്കെ വൈറ്റ് ബ്രെഡ് ആണ്. അതല്ല നമുക്ക് വേണ്ടത്. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വീറ്റ് ബേസ്ഡ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ബേസ്ഡ് പാസ്ത. ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ കുത്തരിച്ചോറ്. വെള്ളച്ചോറ് ലിമിറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഇനി പിന്നുള്ളത് ഹെൽത്തി പ്രോട്ടീനിൽ വന്നപ്പോ ഏതൊക്കെ? നമ്മുടെ ഫിഷ് ഉണ്ട്, മുട്ടയുണ്ട്, ബീൻസ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, മീറ്റ്, ചീസ് അതൊക്കെ ഉണ്ട്. ഇനി അടുത്ത സാധനം എന്താ? ഹെൽത്തി ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഒക്കെയാണ്. നല്ല ഹെൽത്തി ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒലിവെണ്ണ, മിക്കവാറും വെജിറ്റബിൾ ഓയിൽസ് ഒക്കെയാണ് അത് വരിക. പിന്നെ സാലഡിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചീസൊക്കെ ഒരുപാട് ആഡ് ചെയ്യില്ലേ? അപ്പൊ അതൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്യണം. കാരണം അതും നമ്മൾ ജങ്ക് ഫുഡ് പറഞ്ഞ പോലെ ഒരു ഹിഡൻ ഫാറ്റിൽ കിടക്കുന്ന സാധനമാണ്. പിന്നെ വെജീസ് ഒക്കെ നല്ലോണം ആഡ് ചെയ്യുക. ഗ്രേറ്റർ വെറൈറ്റീസ് ഓഫ് വെജീസ് നമ്മൾ ആഡ് ചെയ്യുക. പല തരത്തിലുള്ള ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും ചോറ്, എല്ലാ ദിവസവും അങ്ങനെയല്ല, എല്ലാം മാറ്റി പിടിക്കണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്ലേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വെച്ചിട്ട് അത് തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യാന്നല്ല, വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിക്കണം. എന്നാലാണ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും വെറൈറ്റി ഓഫ് മിനറൽസും വിറ്റാമിൻസ് മിനറൽസും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സ്റ്റേ ആക്റ്റീവ്. കളിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഒരു ദിവസം നല്ല എക്സസൈസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഈ ഭക്ഷണം മാത്രം പോരാ, ഡയറ്റ് ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾക്ക് രോഗം പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഡു ഇറ്റ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഈ പ്രായത്തിലുള്ളവർക്ക് ചില കുറച്ച് തടിയൊക്കെ ഉണ്ടാവും, ചിലർക്ക് തീരും മെലിഞ്ഞൊക്കെ ആയിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ പ്രായത്തിൽ ഡയറ്റ് നോക്കേണ്ട ഒരു പ്രായമല്ല. ചിലര് വല്ലാതെ ഒബീസ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഡയറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാത്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവരും വരുന്നത് വളരുന്ന പ്രായത്തിലാണ്. നിങ്ങൾക്ക് വേണ്ട ബോഡി ചേഞ്ചിങ്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് തടി കുറക്കണമെന്നുണ്ടെങ്കിലോ കൂട്ടണമെന്നുണ്ടെങ്കിലോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു സമയമുണ്ട്. അഡൾട്ട് ഫുഡിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ വളരുന്ന പ്രായത്തിൽ നിങ്ങൾ നല്ലോണം വളരാൻ ശ്രമിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫുഡൊന്നും അങ്ങനെ അധികം ലിമിറ്റ് ചെയ്യരുത്, നല്ലോണം കളിക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. സോ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച്, ന്യൂട്രിയൻസിനെ കുറിച്ച്, ഭക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്, എങ്ങനെയാ കഴിക്കേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പറഞ്ഞു തീർത്തത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പോ ഈ സെപ്റ്റംബർ മാസം പോഷകാഹാരത്തെ കുറിച്ചുള്ള ഈ മാസത്തില് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എനിക്കൊരു അവസരം തന്ന MGM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാരവാഹികളോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.